ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ് ഹിന്ദി 2023-24 സെക്കൻഡ് ടൈം ഇവാലുവേഷൻ, അതായത് 2023-24 ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് ഒന്നാമത്തെ ഗതിവിധി സൂചന ഗഡേ പടയാവ് പ്രശ്നവും കെ ഉത്തറിലേക്ക്. അപ്പോൾ താഴെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താണ്. चंदन वन में सभी जानवर मिलजुल कर रहते थे. वन में नदी के पास एक स्कूल था. जानवरों के सभी बच्चे वहाँ पढ़ने जाते थे. स्कूल का टीचर जबो हाथी था. स्कूल के सभी बच्चे होशियार थे. ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. ജാൻവർ കഹാം രഹത്തെ ദേ. ജാൻവർ കഹാം രഹത്തെ ദേ. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്, അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ചന്ദൻ വൻ മേം. ഇനി നെക്സ്റ്റ് സ്കൂൾ കഹാം ദ. സ്കൂൾ കഹാം ദ നദി കെ പാസ്. ഏതാണ്? നദി കെ പാസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്കൂൾ കാ ടീച്ചർ കോൻ ദ. സ്കൂൾ കാ ടീച്ചർ കോൻ ദ. എന്താണ്? ജംബോ ഹാത്തി. ഇനി നെക്സ്റ്റ് സ്കൂൾ കെ ബच्चे കൈസേ ദേ. എന്താണ്? ഹോഷിയാർ. എന്താണ്? ഹോഷിയാർ. ഓക്കെ. ദെൻ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. സബി ജാൻവർ ചന്ദൻ വൻ में अस्तुप रहते थे. सभी जानवर चंदन वन में मिलजुल कर रहते थे. सभी जानवर चंदन वन में अलग अलग रहते थे. सभी जानवर चंदन वन में निराश रहते थे. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? രണ്ടാമത്തെയാണ്. സബി ജാൻവർ ചന്ദൻ വൻ में मिलजुल कर रहते थे. നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി 2. सूचना हिंदुस्तान हमारा पाठ का यह अंश पढ़ा और प्रश्नों के उत्तर लिखे. भारत संसार का ऐसा ताज है जिसकी चमक विश्व पर फैली है. इसकी खूबसूरत भौगोलिक झलक समय समय पर रंग बदलते अनोख मौसम शान बनी सपन संस्कृति सब इस ताज में जड़े हीरे है. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യഹ് കിസ് ദേശ കാ വർണ്ണൻ ഹേ. ഏത് ദേശത്തിനെ കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്? ഏതാണ്? ഭാരത് കാ. എന്താണ്? ഭാരത് കാ. ഇനി അടുത്തത് നോക്കാം. ഖണ്ഡ് കെ ആധാർ पर സഹി മിലാൻ കരെ. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ആദ്യത്തെ നോക്കാം. അനോഖേ മൗസം. അപ്പോൾ ഇതിൻ്റെ ഏതാ വരിക? രംഗ് ബദൽത്തെ ഹേ. ഇനി അടുത്തത് സപ്പൻ സംസ്കൃതി. അതേതാ വരിക? ഭാരത് കി ഷാൻ ഹേ. ഇനി അടുത്ത മൂന്നാമത്തെ ഭാരത് കി ചമക്ക്. ഭാരത് കി ചമക്ക് എന്താ വരിക? വിശ്വ പർ ഫൈലി ഹേ. ദെൻ ഭൗഗോലിക് ജലക്ക്. ഭൗഗോലിക് ജലക്ക് അതെന്താ വരിക? അത് ഏതാ? ഗുബ്സൂരത് ഹേ എന്നാണ്. ഗുബ്സൂരത് ഹേ എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള മാച്ച് ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3. അപ്പോൾ അടുത്ത എന്താ? ഗതിവിധി 3 എന്താണ്? ഒരു കവിത തന്നിട്ടുണ്ട്. ആ കവിത വായിച്ചിട്ട് അതിൻ്റെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ കവിത കൂട്ടുകാർ വായിച്ച് നോക്കുക. then ആദ്യത്തെ ക്വസ്റ്റ്യൻ കവിതാംശമേം കിസ്കാ വർണ്ണൻ ഹേ. എന്തിനെ കുറിച്ചിട്ടാണ് കവിത വർണ്ണിക്കുന്നത്? എന്താണ്? മുർജായെ ഹുവേ ഫൂൽ കാ. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ്? ഇൻമേം സേ ദോ സഹി പ്രസ്താവ് ചുൻകർ ലേ ഗെയിം. അപ്പോൾ തന്നിരിക്കുന്നതിൽ 2 ശരിയായ പ്രസ്താവനകൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ വായിച്ചു നോക്കാം. मुरझाए हुए फूल का हृदय नहीं दुखाना है. मुरझाई हुई फूल का हृदय दुखाना है. मुरझाए हुए फूल की पंखुड़ियों को नहीं बिगड़ाने हैं. मुरझाए हुए फूल की पंखुड़ियों को बिगड़ाना है. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ്, കറക്റ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മുർജായെ ഹുവേ ഫൂൽ കാ ഹൃദയ് നഹീം ദുഖാനാ ഹേ. അതുപോലെ തന്നെ മുർജായി ഹുവേ ഫൂൽ കി പങ്കുഴിയാം കോ നഹീം ബിഗറാനാ ഹേ. ഓക്കെ. നമുക്ക് അടുത്ത ഗതിവിധി നോക്കാം. ഗതിവിധി 4. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി 4 ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കാം. then ആദ്യത്തെ ക്വസ്റ്റ്യൻ സൈലബ് ने കഹാം ജാൻകർ തബായി മജായെ. എന്താ അതിൻ്റെ ആൻസർ? എന്താ? ഉത്തരാഖണ്ഡ് മേം. ഒന്നെങ്കിൽ ഉത്തരാഖണ്ഡ് മേം എഴുതാം, അല്ലെങ്കിൽ ബദ്രിനാഥ് മേം എന്നും എഴുതാം. ഓക്കെ. ഇനി അടുത്തത് ദുനിയാ മേം
इसानियत बनाए रंग എന്താണ് दुनिया में मिसाइयत बनाए रंग यह संदेश देते हुए एक പോസ്റ്റർ തയ്യാർ കരേ. അപ്പോൾ ഈ സന്ദേശം പറയുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ അപ്പോൾ കൂട്ടുകാർ ചിത്രമൊക്കെ വരച്ചിട്ട് കളർഫുള്ളായിട്ട് ആ പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി 5. गतिविधि 5 नन्ना उल्लू പാടുക यह अंश पढ़ा और प्रश्नों का उत्तर लिखा. നന്നാ ഉല്ലു എന്ന് പറയുന്ന പാടത്തിയിട്ട് സെൻറ്റൻസ് ആണ്, സ്റ്റേറ്റ്മെൻ്റ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് താഴെയുള്ള താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നന്നാ ഉല്ലു പുരി രാത്ത് കഹാം ബൈഠാ രഹാ. അപ്പോൾ എവിടെയാണ് ഇരുന്നത്? പേട് പർ. എവിടെയാണ്? പേട് പർ. അമ്മ ഉല്ലു അവർ നന്നാ ഉല്ലു കെ ബീച്ച് കാ വാർത്താലാപ് തയ്യാർ കരേ. അപ്പോൾ എന്താണ്? അമ്മ ഉല്ലും അതുപോലെ തന്നെ നന്ന ഉല്ലും തമ്മിലുള്ള വാർത്താലാപ്പ് തയ്യാറാക്കാൻ. അപ്പോൾ ആദ്യത്തെ തന്നിട്ടുണ്ട് നന്ന ഉല്ലു പറയുന്നുണ്ട് അമ്മ ഏക്ക് ബാത്ത് പൂച്ചോ. അപ്പോൾ അമ്മ ഉല്ലു പറയുന്നുണ്ട് ഹാം പൂച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ നന്ന ഉല്ലു അമ്മേനോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ഹാം പൂച്ചോ. അപ്പോൾ ചോദിച്ചോ എന്ന് അമ്മ പറയാണ്. അപ്പോൾ ബാക്കിയുള്ള കോൺവേഴ്സേഷൻ നമുക്ക് ഈ പാരഗ്രാഫിൽ തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ നന്ന ഉല്ലു എന്താ ചോദിച്ചിട്ടുണ്ടാവുക? സമുദ്ര കിത്തിന ഗഹരാ ഹേ. സമുദ്ര കിത്തിന ഗഹരാ ഹേ. അപ്പോൾ നന്ന ഉല്ലു ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് റെഡ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സമുദ്ര കിത്തിന ഗഹരാ ഹേ. അപ്പോൾ അമ്മ ഉല്ലു എന്ത് പറയും? ബഹൂത്ത് ഗഹര. നല്ല ആഴമുണ്ട് സമുദ്രം, ബഹൂത്ത് ഗഹര എന്ന് പറയും. ദെൻ പിന്നെ നന്ന ഉല്ലു ചോദിക്കും കിത്തിന ഗഹര, എത്ര ആഴമുണ്ട്, എത്ര ആഴമുണ്ട് സമുദ്രത്തിന് എന്ന് പിന്നെയും ചോദിക്കും. ആര്? നന്ന ഉല്ലു. അപ്പം അമ്മ പറയും ലഗ്ഭഗ് ഉത്തന ഹോ ഗഹരാ ഹേ ജിത്നി ഊച്ച് ആസ്മാൻ ഹേ. എന്താണ്? ആകാശം എത്ര ഉയരണ്ടോ അത്രയും താഴ്ച ഉണ്ട് സമുദ്രത്തിന് എന്ന് അമ്മ ഉല്ലു പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ പാരഗ്രാഫിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇൻവേർട്ടഡ് കോമയിലുള്ള കാര്യങ്ങൾ എഴുതിയാൽ തന്നെ ഈ കോൺവേഴ്സേഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 6. अब एक्टिविटी 6 എന്താ? ये चित्र दो बाई कहानी में संबंधित है, चित्र के अनुसार वाक्यों के क्रमबद्ध करें. അപ്പോൾ ഈ ചിത്രത്തിനനുസരിച്ചിട്ട് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ എഴുതാനാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിന് മാച്ച് ആയിട്ട് എന്താ വരിക? ദോ ബായി ദേ, 2 ഭായിമാരല്ലേ. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ ദോ ബായി ദേ എന്ന് വരും. എന്നാൽ രണ്ടാമത്തെ എന്താണ് അനുയോജ്യമായത് വരിക? വേ സജാ ഗേത്തി കർത്തേ തേ. ഇനി മൂന്നാമത്തെ എന്ത് വരും? ദോനോം നെ മിൽക്കർ ഫസൽ കാടി എന്ന് വരും. ദെൻ നാലാമത്തെ എന്ത് വരും? ഉനോനെ ആദാ ഗേഹു ബാട്ട് ലിയ എന്ന് വരും. ദെൻ ലാസ്റ്റത്തെ ദോനോം ഫസൽ ലേക്കർ ഗർ ചലെ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.